ഇന്ന് ടെലിവിഷൻ രംഗം മറ്റേ പല രംഗങ്ങളെയും പോലെ തന്നെ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിസ്റ്റുകൾ. ഈ ചാനലുകൾ എടുക്കുന്ന നിലപാടുകൾ, വ്യക്തിപരമായ ചില വിരോധങ്ങൾ, വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊരു നീതിബോധമുള്ള രാജ്യത്തല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് അത്രയ്ക്കങ്ങ് നീതി പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. അവരൊരു കുത്തകയായി മാറുകയും തമിഴ്, മറ്റ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലും ഹിന്ദിയിലും ഒക്കെയുള്ള സീരിയലുകൾ അതിൻ്റെ രൂപമാറ്റം വരുത്തിക്കൊണ്ടുവരികയും അവിടെ കണ്ട ആളുകളുടെ രൂപസാദൃശ്യമുള്ളവരെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് വരിക. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളിന് ഇപ്പോൾ വലിയ റോളില്ലാത്തൊരവസ്ഥയാണ്. അവർ പറയുന്ന പോലെ സീരിയൽ എടുത്തു കൊടുത്താൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ കട്ട് ചെയ്യും. 1000 എപ്പിസോഡ് വരെ ആവുന്ന സീരിയലുണ്ട്, നല്ല കാര്യമാണ്. അങ്ങനെ ഒരു തുടർച്ചയായ ഒരു തൊഴിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ തൊഴിലിൻ്റെ ഒരു അനിശ്ചിതത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തൊഴിലുള്ള സമയത്ത് കമ്പൽ വാങ്ങിച്ചും വള വാങ്ങിച്ചും ഡ്രസ്സ് വാങ്ങിച്ചും പൈസ അധികം കളയരുത്. ഉപയോഗിക്കാൻ നമുക്ക് കോസ്റ്റ്യൂം ആവശ്യമുണ്ട്. ഏറ്റവും വില കുറഞ്ഞ സാധനം കിട്ടുന്ന സ്ഥലം നോക്കി വാങ്ങിക്കുക. ബാക്കി പൈസ സൂക്ഷിച്ച് വെക്കണം. ഉറുമ്പിനെ കണ്ട് പഠിക്കണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഉള്ളപ്പോൾ കരുതി വെച്ചാൽ ഇല്ലാത്തപ്പോൾ നമുക്ക് ഉണ്ണാം. നമ്മൾ കോവിഡിൻ്റെ കാലത്തും പഠിച്ചതാണ്. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കണമെന്ന് എല്ലാ തവണയും ഞാൻ പറയാറുണ്ട്. അത് ചെയ്യണം. ഒരു സംഘടനയുടെ കുടക്കീഴിലാണ്. നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഈ സംഘടന നിങ്ങളെ സഹായിക്കാനുണ്ട്. ഞാൻ ദിനേശ് പണിക്കരോട് പ്രത്യേകം പറയണം. അദ്ദേഹം രാവും പകലുമില്ലാതെയാണ് ദിനേശ് പണിക്കർ. അദ്ദേഹത്തെ അനുമോദിക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാ വിഷയങ്ങളിലും ഇടപെടും. ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ഇന്ന വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹം പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കോടതി കൈകാര്യം ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും കാര്യങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് തൊഴിൽ നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം ദിനേശ് പണിക്കരും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊഴിൽ വകുപ്പ് സെക്രട്ടറി ശ്രീമതി വാസുകി, ഒരു ട്രാൻസ്പോർട്ടിൻ്റെ കൂടി സെക്രട്ടറിയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ അവർ വന്ന ആ സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു ഈ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ ആർട്ടിസ്റ്റുകൾ, പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഈ ജോലി ചെയ്തിട്ട് പൈസ ചോദിക്കുമ്പോൾ ചീത്ത പറയുന്നൊരവസ്ഥയുണ്ട്. അത് മാറണമെങ്കിൽ നമ്മളെ ഒരു തൊഴിലാളിയായിട്ട് അംഗീകരിക്കുക, ലേബർ ഡിസ്പ്യൂട്ടായിട്ട് വരണമെന്നാണ്. അപ്പോൾ മാഡം എന്നോട് പറഞ്ഞത്, സാർ ഒരു കാര്യം ചെയ്യൂ, അവരൊരു കംപ്ലയിൻ്റായിട്ട് എനിക്ക് തന്നോട്ടെ, ലേബർ സെക്രട്ടറിക്ക്. ഞാനത് ലേബർ കമ്മീഷണർക്ക് കൊടുത്തിട്ട് ഈ തൊഴിൽ ചെയ്താൽ കൂലി തരണം. അപ്പം നേരത്തെ പറയും ഇൻകം ടാക്സിനെ അറിയിക്കാം, നമുക്ക് നമ്മളെ TDS പിടിച്ചു അടയ്ക്കും. TDS പിടിക്കുകയും ചെയ്തതിന് അടയ്ക്കുന്നുമില്ല എന്നപ്പോൾ ഒരു പ്രശ്നമല്ലായി മാറി. അവർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അവർ പരാജയപ്പെട്ടിടത്ത് നമ്മളിതൊരു തൊഴിലാണ്, നമ്മളൊരു സ്ഥലത്ത് തൊഴിലാളിയാണ്. കലാകാരന്മാരും കലാകാരികളും നമ്മൾ എടുക്കുന്ന തൊഴിലിൻ്റെ കൂലി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനമുണ്ട്. കലാകാരനും കലാകാരിയായിട്ട് ഒന്നും കൊടുക്കണ്ട എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്ത് തൊഴിൽ ചെയ്താലും, നമ്മൾ റോഡ് തൂക്കാൻ പോയാലും അതിനൊരു കൂലിയുണ്ട്. ESI ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും നമ്മൾ ലേബറിൽ തന്നെ പരാതി കൊടുത്ത് ഈ തൊഴിലുടമ, പ്രൊഡ്യൂസർ തൊഴിലുടമ തന്നെയാണ്. തൊഴിലുടമ അവരല്ലെങ്കിൽ ചാനൽ വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ചാനൽ തൊഴിലുടമയായി മാറും. അങ്ങനെ ലൈനിലേക്ക് നമ്മൾ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള നടപടികൾ ദിനേശ് പണിക്കരോട് സംസാരിച്ച ഉടൻ തന്നെ ലേബർ സെക്രട്ടറിയുമായി സംസാരിച്ചു. ലേബർ മിനിസ്റ്റർ ശ്രീ ശിവൻകുട്ടി സാറുമായിട്ട് അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മളൊരു തൊഴിലിൻ്റെ ഭാഗമാണ്. നമുക്കൊരു ശമ്പളം തരുന്ന ഒരു തൊഴിലുടമയുണ്ട്. അതിപ്പോൾ താൽക്കാലികമായ ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല. ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനൽ അഭിനയിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ തൊഴിലുടമയാണ്. ഈ ഇടനിലക്കാരൻ മാത്രമാണ് മറ്റേ ആൾ. അയാൾ ഇടനിലക്കാരനായിട്ട് അയാൾ GST കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നാണ് പൈസ വരുന്നത്. അവരിവിടെ GST. അപ്പം യഥാർത്ഥത്തിൽ ഒരു തൊഴിലുടമ എന്ന് പറയുന്നത് ചാനലുകാരാണ്. മറ്റേ ആളൊരു മീഡിയേറ്റർ മാത്രമാണ്. GST അവിടെയാണ് അടയ്ക്കുന്നത്. ഈ തൊഴിലുടമ ഈ നമ്മുടെ പ്രൊഡ്യൂസർക്ക് ചാനലിൽ നിന്ന് കൊടുക്കുന്നിടത്താണ് GST വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ വിലയ്ക്ക് വാങ്ങി സാധനം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന അദ്ദേഹമാണ്. വാങ്ങിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആക്ട് എഴുതി കാണിക്കുന്നുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ സൗരിയുടെ കോപ്പിറൈറ്റ്. അപ്പോൾ അവരാണ് അതിൻ്റെ ആൾ, ഉടമസ്ഥൻ. ഈ ഇടനിലക്കാരനൊരു കാര്യമില്ല. അപ്പോൾ ഇടനിലക്കാരൻ തന്നില്ലെങ്കിൽ നിയമപരമായി അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ടെക്നിക്കിലേക്ക് പോയില്ലെങ്കിൽ പലർക്കും പൈസ കിട്ടത്തില്ല. നമ്മളെ 2 സംഘടനകൾ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഫെറ്റേണിറ്റി ഉണ്ടായിരുന്നു. അത് ഫെറ്റേണിറ്റിയുള്ള ആളുകൾ തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു. എന്നാൽ കുറുമ്പ് മുറിച്ചവരെ ഇപ്പോൾ കാണാനുമില്ല. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ രാജിവെച്ചതിൻ്റെ പ്രത്യേക കാരണമുണ്ട്. അത് പറയാൻ മടിയൊന്നുമില്ല, ഇപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. പറയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇയാൾ പോകുന്നേ പോട്ടെന്ന് വിചാരിച്ചു. അതങ്ങ് ദുർബലമായി. അപ്പോഴാണ് ഫെഫ്ക പ്രവേശിച്ചു. ഇപ്പോൾ ഫെഫ്ക ശക്തി പ്രാപിച്ചു. 2 കൂട്ടരുമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നം വന്നാൽ ഈ 2 കൂട്ടരോടും ഒരുപോലെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഞങ്ങളത് അതിനുവേണ്ടി ഡേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ദിനേശ് പണിക്കർ അതിനെക്കുറിച്ചൊക്കെ പറയും. ഞാൻ ദീർഘമായി പറയുന്നില്ല. നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞൊരു ദിവസം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ
ഓടി വരുന്നവരെ എനിക്ക് ഇതൊക്കെ നിങ്ങളെയൊക്കെ കാണാനുള്ള സന്തോഷം. ഇവിടെ ചില സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങളിൽ പലരും എന്നെ വിളിക്കും, ഒരു കുശലമൊക്കെ പറയും, ഒരു മെസ്സേജൊക്കെ ഇടും. ചിലപ്പോൾ തിരിച്ച് വിളിച്ചാൽ നിങ്ങളും എടുക്കത്തില്ല, ഞാനും എടുക്കത്തില്ല. ആരും മോശമല്ല, അപ്പോൾ നിങ്ങൾക്കും തിരക്കാണ്, എനിക്കും തിരക്കാണ്. എന്നാലും ഒരു മെസ്സേജ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് വരും, വളരെ സന്തോഷമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ആണ്. വാട്സാപ്പില്ല എനിക്ക്, അതുകൊണ്ട് SMS ചുമ്മാ ഒരു രസം തോന്നുമ്പോൾ എല്ലാവർക്കും വാട്സാപ്പിലേക്ക് പോരണം. എനിക്ക് എന്തുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ഒന്ന് അയച്ചാൽ ഒരു സന്തോഷമുണ്ട്. ഒരിക്കൽ വിശേഷം ഇന്ന ആളയച്ചാൽ ആ നമ്പർ ഞാൻ സേവ് ചെയ്യും. നിങ്ങളിൽ ആരയക്കുമ്പോഴും ഇന്ന ആളാണ് ചേട്ടാ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പേര് വെച്ചാൽ ആ നിമിഷം എൻ്റെ ഫോണിൽ 10,000 നമ്പറുണ്ട് എൻ്റെ ഫോണിൽ. അന്തരിച്ച തിലകൻ ചേട്ടൻ്റെയും അന്തരിച്ച കൊച്ചിൻ അനീഫയുടെ വരെ നമ്പറുണ്ട്. എന്താണെന്നറിയാം ഇട്ടേക്കുന്നത്? ഇപ്പോൾ കൊച്ചിൻ അനീഫ മരിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം വന്ന് എന്നെ ഒന്ന് വിളിച്ചാൽ എനിക്കറിയാമല്ലോ, അല്ലാതെ എടുക്കാൻ പ്രയാസമാണ്. കാരണം എടുക്കാനിരുന്നാൽ രാവിലെ മുതൽ രാത്രി വരെ ഇതിങ്ങനെ അടിച്ച് 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ അടയ്ക്കും. മുകേഷിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. മുകേഷ് ഞാൻ ഇന്നലെ ചോദിച്ചില്ല, മുകേഷ് പറഞ്ഞ അയാൾ 12 മണിക്ക് ആ ഫോൺ എടുത്ത മുകേഷാണ് തെറ്റുകാരൻ. ആ ഒരു കാര്യത്തിൽ ഞാൻ തെറ്റ് പറയത്തുള്ളൂ. രാഷ്ട്രീയക്കാരനായാലും സിനിമാ നടനായാലും എന്തിന് മന്ത്രിയാന്ന് പറഞ്ഞാലും ഉദ്യോഗസ്ഥനായാലും ഒരു സമയം കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ 12 മണിക്ക്, ഫയർ സ്റ്റേഷനിലും 24 hours ഫോൺ എടുക്കണം ഷിഫ്റ്റ് വെച്ചിട്ട്. മറിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു കലാകാരനോ കലാകാരിയോ, അപ്പോൾ എൻ്റെ ഒരു PA അഡീഷണൽ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, ഒരു രഞ്ജിത്ത് എന്നൊരാളുണ്ട്, അധ്യാപനം കേട്ടോ. പുള്ളി സാറ് ഉറക്കമില്ല സാറേ, സാർ മന്ത്രിയായതിനു ശേഷം എന്ത് പറ്റി? ഇന്നലെ രാത്രി 2 മണിയായപ്പോൾ ഒരാൾ വിളിച്ച് എന്തിന് ഫോൺ എടുത്തത് എന്ന് ചോദിച്ചു. ഞാൻ ഈ മുകേഷിനെ വിളിച്ചിട്ട് പറഞ്ഞതിന് ഞാൻ പരസ്യമായി ഇലക്ഷനിൽ തന്നെ പറയാറുണ്ട്, അത് ഒരു മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന് ഉറങ്ങണമല്ലോ. ചില ആളുകളുടെ 2 സ്മാളൊക്കെ അടിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത്. അതൊരു തെറ്റുമല്ല ഈ രാജ്യത്ത്, ഈ ലോകത്ത് തന്നെ തെറ്റല്ല. ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിളിച്ച് ചേട്ടൻ ആണോ എന്ന് ചോദിച്ചാൽ നിനക്ക് വിളിക്കാൻ പറയാൻ സമയമില്ലെന്ന് ചോദിച്ചാൽ തെറ്റെന്തോന്ന്? അങ്ങനെ സമയത്ത് വിളിക്കാമോ? എന്നെ 1 മണിക്ക് 2 മണിക്ക് വിളിക്കും, പക്ഷേ ഞാൻ ബെൽ ഓഫീസ് വെച്ചുകൊണ്ട് എടുക്കത്തില്ല. രാവിലെ കാണാം ഒരു 50 വിളിയൊക്കെ കാണാം. പല രാജ്യങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ നല്ല വെളിച്ചമുള്ള സമയമായിരിക്കും, വൈകിട്ട് ബാറ് തുറക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അടിച്ചേച്ച് ഇവിടെ നമ്മൾ നല്ല ഉറക്കത്തിലുമായിരിക്കും. അപ്പോൾ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും, ഇവിടെ അത്യാവശ്യമുള്ളവർ വിളിക്കുമല്ലോ. അങ്ങനെ ഈ രഞ്ജിത്തിനോട് ഞാൻ ചോദിച്ചു 2 മണിക്ക് എന്തെന്നോ വിശേഷം? സാറേ അത് ഞാൻ അയാൾ വിളിക്കുമ്പോൾ എടുക്കാമായിരുന്നു, കിടന്ന് ഉറങ്ങിയിട്ട് വേണ്ടേ ആഫീസിൽ വരാൻ. ഈ ഉറക്കമില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് മറവിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞ് സാറേ 2 മണിക്ക് വിളിച്ചവൻ എന്നോട് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല സാറേ, ഞാൻ റെയിൽവേ ട്രാക്കിൽ ഇരിക്കുക, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിത്തല്ലേ ഞാനിപ്പോൾ ട്രെയിൻ മുമ്പിൽ ചാടും. അപ്പോൾ ഇയാൾ നേരം വെളുത്ത് 6 മണി വരെ സംസാരിച്ചു, 2 മണി മുതൽ. ഞാൻ ചെന്തൊരു മണ്ടത്തരാണ്. അല്ല അത് അയാളും കാണും ഞാൻ വെച്ചിട്ട് പോയി അയാൾ ട്രെയിൻ മുമ്പിൽ ചാടിയാൽ പിന്നെ അവസാനത്തെ കോളം എൻ്റെ തല്ലിയോ, എന്നെ പിടിക്കത്തില്ലയോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കും എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ എല്ലാവരും മണ്ടന്മാരാന്ന്. എനിക്ക് അല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞില്ല. പൂജപ്പരെ ഒക്കെ നല്ല സമർത്ഥന്മാരായിരുന്നു, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അയാൾ പറഞ്ഞതിന് അപ്പോൾ ഞാൻ ഇത്രയും ഡ്യൂറേഷനിൽ അവരോട് സംസാരിച്ചു. ആ 6 മണിക്ക് ശേഷം അവൻ ട്രെയിൻ മുമ്പിൽ ചാടിയാൽ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച് നിങ്ങളിതിന് മൊത്തം ഉത്തരം പറയേണ്ടി വരത്തില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഈ ഫോണിൽ കുത്തിയിരുന്ന് സമയം കളയുക, നമ്മുടെ എല്ലാ ശ്രദ്ധകളും പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത സമയങ്ങൾ കളയാതെ നമ്മൾ പലരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഫോണിൽ കൂടെയൊക്കെയാണ് വല്ല പ്രശ്നം ഉണ്ടാകുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ തുള്ളിച്ചാടി നമുക്ക് എന്ത് ഗുണം കിട്ടുമെന്നാണ്. സോഷ്യൽ മീഡിയ കൊണ്ടൊന്നും ആരും ഒരു സിനിമയ്ക്കും വിളിച്ചിട്ടില്ല. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ആക്ടിങ് കാണുക. പിന്നെ അവരങ്ങനെ പറഞ്ഞു, ഇവർ ഒരിക്കലും നിരാശപ്പെടരുത്. ഏറ്റവും കൂടുതൽ ചെറിയ ലോകത്ത് കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കൊരു കുഴപ്പമില്ല, ഒരു കുലുക്കവും ഇല്ല. ചിലർ വന്നാൽ നിങ്ങളാരെങ്കിലും അടുത്തോട്ട് വന്നാൽ, പ്രത്യേകിച്ച് നിങ്ങളാരെങ്കിലും അടുത്ത് തന്നെ ചേട്ടാതെ കയ്യെ പിടിച്ചാൽ ചിലർ ഓടിക്കളയും. ഞാൻ അങ്ങനെ ഓടില്ല, നിന്ന് തരും. എൻ്റെ മനസ്സിൽ ദുരുദ്ദേശമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തരും. നിങ്ങളുടെ മനസ്സിലും ഇല്ല. ഇതൊരു വലിയ സ്നേഹമാണ്.